ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അപേക്ഷ സമർപ്പിക്കുന്ന സംബന്ധിച്ച് എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ച് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വിളിക്കുന്നുണ്ട്. PSCയുടെ നിലവിലുള്ള എല്ലാ റാങ്ക് ലിസ്റ്റുകളുടെയും നിയമന നില നമുക്ക് PSCയുടെ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. നിങ്ങൾക്കത് സ്വയം പരിശോധിച്ച് സാധ്യത കൂടിയ ജില്ല തിരഞ്ഞെടുത്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതുമാണ്. മൊബൈൽ ഫോണിലൂടെ ഇതെങ്ങനെ പരിശോധിക്കും എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ, എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ എൻ്റെ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ആദ്യം ക്രോമിൽ ക്ലിക്ക് ചെയ്യുക. ക്രോമിൽ ക്ലിക്ക് ചെയ്താൽ സെർച്ച് ചെയ്യേണ്ടത് കേരള PSC എന്ന് സെർച്ച് ചെയ്യുക. കേരള PSC സെർച്ച് ചെയ്താൽ നമ്മൾ നേരെ പോകുന്നത് കേരള PSCയുടെ ഹോം പേജിലാണ്. ഹോം പേജിൽ താഴോട്ട് പോവുക. താഴോട്ട് വരുമ്പോൾ ഇവിടെയായിട്ട് അഡ്വൈസ് ഫോർ അപ്പോയിൻമെൻറ്റ് എന്ന് കാണുന്നുണ്ടല്ലോ. അതിൽ ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസ് മേഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് 14 ജില്ലകളും കാണാം. ഇതിലേത് ജില്ല ആണ് നിങ്ങൾക്ക് ആദ്യം തിരുവനന്തപുരത്തെ നിയമന നില നോക്കണം. തിരുവനന്തപുരം ക്ലിക്ക് ചെയ്യുന്നു. തിരുവനന്തപുരത്തെ നിലവിലുള്ള എല്ലാ റാങ്ക് ലിസ്റ്റുകളുടെയും ഈ പേജിൽ നമുക്ക് കാണാം. നമുക്ക് നേരെ താഴോട്ട് വരികയാണ്. VOയുടെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ VO ഏറ്റവും ആൽഫബറ്റിക് ഓർഡറിലാണത്. അതുകൊണ്ട് തന്നെ VOയുടെ ഏറ്റവും താഴെയായിരിക്കും. നോക്കുകയാണ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ. നമുക്ക് VO ഗ്രേഡ് 2 അങ്ങനെയാണ് കിടക്കുന്നുണ്ട്. VO ഗ്രേഡ് 2 ഡിപ്പാർട്ട്മെൻറ്റും കൂടെ നമുക്ക് ഇത് കൺഫേം ചെയ്യുക. റൂറൽ ഡെവലപ്മെൻ്റ് ആണ് VO ഗ്രേഡ് 2. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് VO ഗ്രേഡ് 2ന് തിരുവനന്തപുരത്ത് നടന്ന നിയമന നില നമുക്ക് മൊബൈൽ ഫോണിൽ തന്നെ ഇങ്ങനെ കാണാൻ സാധിക്കും. 12/4/2016 എക്സാം നടന്നത്. ടോട്ടൽ അഡ്വൈസ് 145 എന്ന് കാണുന്നു. അതിനർത്ഥം 145 പേർക്കാണ് ആകെ തിരുവനന്തപുരം ജില്ലയിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്ക് നിയമനം കൊടുത്തിട്ടുള്ളത്. അതിൽ ഓപ്പൺ കോമ്പറ്റീഷൻ 116 OC 116. ഈഴവ വിത്തിൻ OC എന്ന് പറഞ്ഞാൽ 116-നുള്ളിൽ ഉള്ള ഈഴവയ്ക്ക് വരെ കിട്ടി എന്നാണ് അർത്ഥം. SC സപ്ലിമെൻ്ററിന്ന് 1ാം റാങ്കുകാരന് വരെ കിട്ടിയിട്ടുണ്ട്. ST സപ്ലിമെൻ്ററി 4ാം റാങ്കുകാരന് വരെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം 271ാമത്തെ റാങ്കുകാരന് വരെ കിട്ടിയിട്ടുണ്ട്. LC 138. OBC ഓപ്പൺ നമ്മൾ കണ്ട 116-ന് ഉള്ളിൽ ആണ് OBCക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ SIUC നാടാർ അത് 240. വിശ്വകർമ്മ 115. OX അതർ ക്രിസ്ത്യൻ എന്നാണ് സപ്ലിമെൻ്ററി 4 എടുത്തിട്ടുണ്ട്. ധീവര 367. HN എന്ന് പറയുന്നത് വിത്തിൻ OC ആണ്. പിന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളുടെയാണ് ബാക്കി ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കി നമുക്ക് ഓരോ ജില്ലകളിലും നടന്നിട്ടുള്ള നിയമനം എത്രത്തോളം നിയമനം നടക്കാൻ സാധ്യതയുള്ളതെന്നൊക്കെ മനസ്സിലാക്കി നമുക്ക് ജില്ല തിരഞ്ഞെടുക്കാൻ പറ്റും. അങ്ങനെ തിരുവനന്തപുരം നോക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ബാക്കിലേക്ക് പോവുക. ബാക്കിലേക്ക് പോയാൽ വീണ്ടും നമ്മൾ നേരത്തെ കണ്ട ഈ പേജിൽ എത്തുന്നതാണ്. അത് നമുക്ക് കൊല്ലം ഇതുപോലെ തന്നെ എടുത്ത് നോക്കാം. നോക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ തിരിച്ച് വരികയാണെങ്കിൽ നമുക്ക് അടുത്ത ഇതുപോലെ 14 ജില്ലകളും നമുക്ക് നോക്കാവുന്നതാണ്. ഇങ്ങനെ മനസ്സിലാക്കി നമ്മൾ ഏറ്റവും കൂടുതൽ നിയമനം നടന്നിട്ടുള്ള ജില്ല മനസ്സിലാക്കി അപ്ലൈ ചെയ്യാവുന്നതാണ്. താങ്ക് യു.